ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പോലീസിനും കൊടുക്കേണ്ടി DGPക്കും കൊടുക്കണം. എന്നെപ്പോലെ ഒരു പൊതുപ്രവർത്തകയെ ഈ രൂപത്തിൽ ഈ മാനം കെടുത്താൻ വേണ്ടി കരുതിക്കൂട്ടി ഇങ്ങനെ പറയുന്ന ഇത്തരത്തിലൊരു പ്രചരണം നടത്തുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ നിരവധി കേസുകൾ ഞാൻ പലതിലും കൊടുത്തിട്ടുണ്ട്. ഒരു തരത്തിലും ഈ പൊതുപ്രവർത്തന രംഗത്ത് വന്നിട്ട് ഒരു പൈസയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പൊ ഞാൻ മിനിസ്റ്ററായിട്ട് പിന്നീട് വന്നത് UDF ഗവൺമെന്റാണ്. ഒരഴിമതി ആരോപണം ഉന്നയിക്കാൻ ഇടയാക്കാത്ത വിധത്തിൽ ഭരിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരാവശ്യം എനിക്കില്ലതാനും. എന്റെ ഈ സംസ്ഥാനത്തോ വേറെ എവിടെയെങ്കിലും ഒരു തരത്തിലും എന്തെങ്കിലും ഈ സാമ്പത്തികത്തിന്റെ പേരിൽ എന്തെങ്കിലും ചെയ്തു എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഞാൻ അങ്ങനെ അഴിമതി രഹിതമായിട്ട് തന്നെയാണ് എന്റെ പൂർണ്ണ ജീവിതം പൂർണ്ണമായിട്ടുള്ളത്. വിവരാവകാശ രേഖയിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുന്നംകുളം മണ്ഡലത്തിൽ നിന്ന് ഒരു MLA ഉണ്ടായിട്ടുണ്ട്, ഒരു PR കൃഷ്ണൻ. PR കൃഷ്ണന്റെ ഭാര്യയുടെ പേര് ഒരുപക്ഷെ ശ്രീമതി ആണോ എന്നൊരു സംശയം ഉണ്ടാവും. ടീച്ചറുടെ പേരിൽ വാർത്ത കൊടുത്ത കാര്യമല്ല ഈ പറയുന്നത്. ചിലപ്പോൾ PR കൃഷ്ണന്റെ ഭാര്യ ഒരു ശ്രീമതി. പക്ഷേ അതിലല്ല എന്റെ പടം കൊടുത്തിട്ട് മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതി, പിന്നെ മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതി, മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതി, ഇങ്ങനെ പടം പലതവണ പല രീതിയിൽ കൊടുത്തുകൊണ്ട് എന്റെ പടം കൊടുത്തുകൊണ്ടാണ് ഇത് പറയുന്നത്. അല്ലാണ്ട് വെറുതെ ഒരു വാക്കല്ല. അങ്ങനെയാണെങ്കിൽ പറയായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോ DGPക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കും നിയമസഭ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പോലീസിനും കൊടുക്കേണ്ടി DGPക്കും കൊടുക്കണം.